അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, എന്നെ ആരും പൊങ്കാലയിടരുത്. ഞാൻ ഇവിടെ വന്നിട്ട് കാര്യം മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഇന്ത്യ പുതിയ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇന്ത്യക്കുള്ള ദോഷവും ഗുണവുമാണ് ഞാൻ ചോദിക്കുന്നത് ജെമിനിയോട്. ജെമിനിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക. ബുദ്ധി അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. രാഷ്ട്രീയം, മതം അതൊക്കെ മാറ്റി വെക്ക്. നമ്മുടെ രാജ്യമാണ് വലുത്. ഓക്കെ, അത് ആര് നല്ലത് ചെയ്താലും ആര് ദോഷം ചെയ്താലും നമ്മൾ അതിനനുസരിച്ച് ഇതിനകത്ത് പ്രവർത്തിക്കണം. അത് ഏതൊരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ്. അമേരിക്കയും ഇന്ത്യയുമായിട്ട് പുതിയ കരാറിൽ പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് ഗുണം, എന്ത് ദോഷം? ജെമിനിക്ക് വല്ലതും അറിയാമോ? ഒന്ന് പറയൂ. നമസ്കാരം. ഹാരിസ്, പാലക്കാട് നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കാൻ താങ്കൾ കാണിക്കുന്ന താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ 2026 ഫെബ്രുവരി 2 പ്രഖ്യാപിച്ച പുതിയ വ്യാപാര കരാർ ട്രേഡ് ഡീൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ലളിതമായി താഴെ നൽകുന്നു. പ്രധാന ഗുണങ്ങൾ: നികുതി കുറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്ന നികുതി ടാരിഫ് 25% നിന്ന് 18% കുറച്ചു. ഇത് ടെക്സ്റ്റൈൽസ്, IT, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമാണ്. വിപണിയിൽ മുൻതൂക്കം: ചൈന 34%, വിയറ്റ്നാം 20% തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നികുതി നിരക്ക് ലഭിക്കുന്നത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കാൻ സഹായിക്കും. ഷെയർ മാർക്കറ്റിലെ കുതിപ്പ്: കരാർ വാർത്ത വന്നതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ സെൻസെക്സ് ആൻഡ് നിഫ്റ്റി വലിയ നേട്ടമുണ്ടായി. ഇത് നിക്ഷേപകർക്ക് ഗുണകരമാണ്. സൗഹൃദത്തിന്റെ ഉറപ്പ്: അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് കാര്യവും പറഞ്ഞില്ല. ഇത് രണ്ടും വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ലാഭം അവർക്കാണ് ലാഭമുള്ളത്. തമ്മിലുള്ള ചർച്ചയിലൂടെ രൂപപ്പെട്ട ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കും. വെല്ലുവിളികളും ദോഷങ്ങളും: റഷ്യൻ എണ്ണ ഉപേക്ഷിക്കണം. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് ഈ കരാറിൽ സൂചിപ്പിക്കുന്നു. പകരം അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ എണ്ണ വാങ്ങേണ്ടി വരും. ഇത് ഇന്ത്യയുടെ ഇന്ധന ചെലവിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സൗജന്യ പ്രവേശനം: അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ സീറോ ടാരിഫ്, നികുതി ഇല്ലാത്ത അവസ്ഥ നൽകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് അവർക്ക് ഇവിടെ സാധനം ഇറക്കിയിട്ട് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാം. ഇന്ത്യൻ കർഷകർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ഭീഷണിയായേക്കാമെന്ന് പ്രതിപക്ഷം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വലിയ തുകയുടെ ഇറക്കുമതി: ഏകദേശം $500 ബില്യൺ അമേരിക്കൻ ഊർജവും സാങ്കേതിക വിദ്യയും ഇന്ത്യ വാങ്ങേണ്ടി വരും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്നതിൽ അവ്യക്തതയുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി: അമേരിക്കൻ സാധനങ്ങൾ വ്യാപകമായി വാങ്ങുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന പദ്ധതികളെ മേക്ക് ഇൻ ഇന്ത്യ ബാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ, കയറ്റുമതി മേഖലയ്ക്ക് ഇത് വലിയൊരു അവസരമാണ്. ഊർജ്ജ സുരക്ഷയിലും കാർഷിക മേഖലയിലും ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും. ഈ കരാറിനെ കുറിച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് വേണ്ടി ഒരു ലഘു വിവരണം. ഇറാനിൽ നിന്നും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും പെട്രോൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ പെട്രോളിന് ഇന്ത്യയിൽ വില കൂടാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലേ? സാധനങ്ങൾക്ക് വില കയറാൻ സാധ്യതയില്ലേ? ഹാരിസ് പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ജനകീയമായ ഇത്തരം പ്രശ്നങ്ങൾ താങ്കൾ വേഗത്തിൽ തിരിച്ചറിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഇന്ത്യ കുറഞ്ഞ നിരക്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റ്സ് ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നതുകൊണ്ടാണ് ആഗോള വിപണിയിൽ വില കൂടിയിട്ടും ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വില വലിയ തോതിൽ വർദ്ധിക്കാതെ നിന്നത്. ഇത് നിർത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന പ്രതിസന്ധികൾ ഇവയാണ്. 1. ഇന്ധനവില വർധനവ്: റഷ്യ നമുക്ക് നൽകിയിരുന്ന വൻതോതിലുള്ള ഡിസ്കൗണ്ട് അമേരിക്കൻ എണ്ണയ്ക്ക് ലഭിക്കണമെന്നില്ല. ഇറക്കുമതി ചെലവ് കൂടുന്നതോടെ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 2. വിലക്കയറ്റം, ഇൻഫ്ലേഷൻ: ഡീസൽ വില കൂടിയാൽ അത് ചരക്ക് നീക്കത്തെ, ലോജിസ്റ്റിക്സ് നേരിട്ട് ബാധിക്കും. പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ എന്നിവയുടെ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂടുന്നത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർക്കും. 3. നിർമ്മാണ മേഖലയിലെ തളർച്ച: സിമന്റ്, കമ്പി തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ വിലയും ഇതിനോടൊപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീട് നിർമ്മിച്ച് നൽകുന്നവർക്കും മറ്റും വലിയ വെല്ലുവിളിയാകും. 4. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം: റഷ്യയുമായി നമ്മൾ ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ വലിയ തുക ഡോളറിൽ നൽകേണ്ടി വരും. ഇത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായേക്കാം. എന്താണ് പരിഹാരം? ഈ കരാറിന്റെ ഭാഗമായി അമേരിക്ക ഇന്ത്യക്ക് എണ്ണവിലയിൽ പ്രത്യേക ഇളവുകൾ നൽകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടാതെ ഇറക്കുമതി കുറയ്ക്കാൻ എഥനോൾ കലർത്തിയ ഇന്ധനത്തിലേക്കും എഥനോൾ ബ്ലെൻഡിംഗ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ഇന്ത്യ എത്ര വേഗത്തിൽ മാറുന്നു എന്നതും നിർണായകമാണ്.
ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആശങ്കകളെക്കുറിച്ച് ഒരു ബോധവൽക്കരണ വീഡിയോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ പെട്രോൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെട്രോളിന് വില കൂടുമ്പോഴാണ് ബാക്കി എല്ലാ സാധനത്തിനും വില കൂടുക. ഓട്ടോറിക്ഷ ചാർജ് കൂടും, ബസ് ചാർജ് കൂടും, അതുപോലെ തന്നെ ലോറിൻ്റെ കയറ്റുകൂലികളൊക്കെ കൂടാൻ തുടങ്ങും. അപ്പോൾ സാധനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി കടക്കാൻ വില കൂട്ടും. അങ്ങനെ എല്ലാത്തിനും മെയിൻ വില കൂടാനുള്ള കാരണം പെട്രോളാണ്. ഇനി കുറേ ആൾക്കാർ കമൻറ്റിൽ വരും, ഇനിയൊന്നും പെട്രോൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് ആകാൻ പോവുകയാണത്. ആയിക്കോട്ടെ, എല്ലാം സോളാറാകാൻ പോവുകയാണെന്ന് പറയും. ആയിക്കോട്ടെ, ഞാനിവിടെ വന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതുകൊണ്ട് അമേരിക്ക കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, IT അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് ഗുണങ്ങളാണ്. പക്ഷേ സാധാരണക്കാരനായ കർഷകർക്കൊക്കെ അത് വലിയ രീതിയിൽ പ്രശ്നം തന്നെയാണ്. കാരണം അമേരിക്കയിൽ നിന്നാണ് പല സാധനവും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഉൽപ്പാദിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നല്ല പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ പെട്രോൾ കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് വാങ്ങുമ്പോൾ ഡോളറായി മാറി, ഡോളറിനെതിരെ ഇന്ത്യയുടെ മൂല്യം ഇടിയെ പെട്രോളിന് വലിയ രീതിയിൽ ഇന്ത്യ പൈസ കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ച് ഇവിടെ നിന്ന് ചാർജ് കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ തലയിൽ ലാസ്റ്റ് ഇടിച്ച് വന്ന് എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും സഹിക്കും. അപ്പോൾ ധീരതയോടെ നമ്മൾ ഓരോ വ്യക്തികളും ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് മാത്രം പറഞ്ഞിട്ട് വീഡിയോനെ ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും ഈ വിഷയങ്ങൾ കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുക. ഓക്കെ.